തീരത്തുണ്ടാകുന്ന തുടർച്ചയായ കപ്പലപകടങ്ങൾ ആശങ്കയോടൊപ്പം ചില സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ ശേഷമാണ് കേരള തീരത്ത് തുടർച്ചയായി 2 അപകടങ്ങൾ സംഭവിച്ചത്. അപകടങ്ങൾ യാദൃശ്ചികമാണെങ്കിൽ പോലും എല്ലാ അപകടങ്ങളും അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ആദ്യ അപകടത്തിൽ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാത്തതടക്കമുള്ള കാര്യങ്ങൾ ലത്തീൻ സഭ പരാതിയായി ഉയർത്തുന്നുണ്ട്. നമ്മുടെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് മാപ്പ് പറയണം. മാപ്പ് പറയാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും ഈ സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെയും ഒക്കെ വലിയ വേലിയേറ്റമുണ്ടാകും. ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ അതിന്റെ സാങ്കത്യം എന്താണ്? എന്ത് ഔദ്യോഗിക ബന്ധമാണ് MSC കമ്പനി? കൂടുതൽ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക തന്നെയാണ് 2 ആഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന 2 കപ്പൽ അപകടങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ഭീഷണിയാണ്? സ്വാഭാവികമായും ആളുകളുടെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യവും കൂടിയാണല്ലോ ഇത്. ഒരു ഭീഷണി സാധ്യത എത്രമാത്രം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ? കുറച്ച് ചരിത്രം കൂടി ചേർത്ത് വെച്ച് വേണം ഇപ്പോഴത്തെ ഈ കപ്പൽ അപകടങ്ങളെ ആ നിലയ്ക്ക് വിലയിരുത്താൻ. കാരണം പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഒരു കപ്പൽ അപകടം അറബിക്കടലിൽ ഉണ്ടാകുന്നത്. അത് 1968 ഇതിനു മുൻപ് ഒരു അപകടം ഉണ്ടാകുന്നത്. ഗ്രീക്ക് കപ്പൽ ശംഖുമുഖത്ത് അപകടത്തിൽപ്പെടുന്നു. ഏതാണ്ട് 55 മീറ്ററോളം താഴത്തിലേക്ക് ഈ കപ്പൽ പോവുകയും പിന്നീട് അതൊരു പാരായി മാറുകയും ചെയ്യുന്നു. ആ കപ്പൽ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. അതിനു മുൻപ് 1754 അതിനു മുൻപ് വർക്കലയ്ക്കടുത്തൊരു അപകടമുണ്ടാകുന്നത്. ഈ ചരിത്രം പരിശോധിച്ചാൽ ഈ 2 അപകടങ്ങളാണ് അറബിക്കടലിൽ ഉണ്ടായ കപ്പൽ അപകടങ്ങളെ, പ്രത്യേകിച്ച് കേരള തീരത്ത് ഉണ്ടായിട്ടുള്ള അപകടങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിനുശേഷം ഇപ്പോൾ തുടരെ 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അത് ഈ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലാണ്. അന്നത്തെ പോലെയല്ല, അത്യാധുനികമായ എല്ലാ സംവിധാനങ്ങളും കപ്പലുകളിലുണ്ട്. വലിയ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ പോലും ആ തിരകളെയൊക്കെ മുറിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കരുത്തിലാണ് ഇപ്പോൾ ഇത്തരം കപ്പലുകൾ നിർമ്മിക്കുന്നത്. പക്ഷേ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യവും ഉണ്ടായിരുന്നില്ല. കടൽ ചുഴിയെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമില്ല. അതോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ സംബന്ധിച്ച് അതിന്റെ ഭാരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ എന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആദ്യത്തെ കൊച്ചിയിലെ കപ്പലപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ഇതുവരെ വെളിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനോ MSC എന്ന ഏറ്റവും വലിയ കമ്പനി, ലോകത്തിലെ തന്നെ 1ാമത്തെ കമ്പനിയാണ് ചരക്ക് നീക്കത്തിൽ, കപ്പൽ ഗതാഗതത്തിൽ അവർ 1ാമത്തെ കമ്പനിയായി നിൽക്കുന്നു. അവർക്കോ സർക്കാരിനോ ഇതുവരെ അതിനൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ 2ാമത്തെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ഈ സ്ഫോടനം ഉണ്ടായി? താഴത്തെ ഡെക്കിലാണ് ഈ സ്ഫോടനം നടന്നതെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഈ സ്ഫോടനം ഉണ്ടായി? തീ അണയ്ക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. ഇനി വേണം ഇതിന്റെ അന്വേഷണത്തിലേക്ക് പോകാൻ. പക്ഷേ ആദ്യത്തെ അപകടത്തിൽ ക്യാപ്റ്റനെ ഉൾപ്പെടെ എന്തുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്തില്ല, അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയില്ല എന്ന സാമാന്യമായ ഒരു ചോദ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് തീരദേശ ജനതയുടെ ഭാഗത്ത് നിന്ന് ലത്തീൻ സമുദായം ഇതിൽ വലിയ ആശങ്കാകുലരാണ്. കാരണം തീരദേശ ജനത അവർ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു മേഖലയാണ്. പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചാൽ അത് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് ഈ പാവപ്പെട്ട തീരദേശ ജനതയാണ്. മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന അവരുടെ ഉപജീവനത്തെയായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് സ്വാഭാവികതയ്ക്ക് വിട്ടുകൊടുക്കാതെ എന്തുകൊണ്ട് ഈ കപ്പൽ അപകടങ്ങൾ എന്നതിൽ വിശദമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. കാരണം തുടരെ ഉണ്ടാകുന്ന 2 കപ്പൽ അപകടങ്ങൾ ഇത് അത്ര നിസ്സാരമല്ല. കാരണം വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ പല അന്താരാഷ്ട്ര ലോബികളും മറ്റ് തുറമുഖ ലോബികൾ ഈ വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടത്തിയതായ വിവരങ്ങൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. മാത്രമല്ല അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അദാനിയുടെ ഹിൻഡൻബർഗ്, അദാനിക്കെതിരെയുള്ള ഒരു റിപ്പോർട്ട് പോലും ഒരു സാമ്പത്തിക കേന്ദ്രം, ഒരു സ്ഥാപനം പുറത്തുവിടുന്നു. ആ സ്ഥാപനത്തിന്റെ സാങ്കത്യം അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് പോയി. ഷെൽ കമ്പനികളാണ്, അങ്ങനെ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് അദാനിക്കുള്ളതെന്ന പേരിൽ ചില വിവാദങ്ങൾ വരികയും അദാനിയുടെ ഓഹരികൾ പൂർണ്ണമായി താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നും അദാനി ഗ്രൂപ്പ് വീണ്ടും കയറി വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വീണ്ടും ഹിൻഡൻബർഗ് എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഹിൻഡൻബർഗ് എവിടെയും എത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ തുറമുഖം വിഴിഞ്ഞം വന്നതിന് ശേഷം അറബിക്കടലിൽ ഉണ്ടാകുന്ന, കേരള തീരത്തുണ്ടാകുന്ന ഈ അപകടങ്ങളെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. ഇത് നമ്മൾ ഒരു പടി കൂടി കടന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ ഈ അന്ധവിശ്വാസത്തിലേക്കൊക്കെ പിന്നീട് ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ സംഭവങ്ങളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതായത് അറബിക്കടൽ സുരക്ഷിതമല്ല, അറബിക്കടലിൽ എന്തോ പ്രശ്നമുണ്ട്, കേരള തീരത്ത് എന്തോ പ്രശ്നമുണ്ട്. ഇത് സ്വാഭാവികമായും നമുക്കറിയാം, ഈ ഡാർക്ക് നെറ്റ് പോലുള്ള സംവിധാനങ്ങൾ ലോകത്തെ പല തരത്തിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിന് ഏത് തരത്തിൽ വേണമുള്ള ഒരു നരേഷൻ കൊടുക്കാനും ഈ സ്ഥാപിത താല്പര്യക്കാർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം വളരെ ഗൗരവമുള്ളതാണ്. ഹരി, വ്യക്തമാണ് വിനോദ കാര്യങ്ങൾ. കാരണം കടൽ ചുഴി രൂപപ്പെടുന്നില്ല, കാലാവസ്ഥാ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ എങ്ങനെയാണ് രണ്ടാഴ്ചക്കിടയിൽ തന്നെ 2 കപ്പലപകടങ്ങൾ സംഭവിച്ചതെന്നൊരു ചോദ്യം സാമാന്യമായി തന്നെ ഉയർന്നൊരു കാര്യമാണ്. കപ്പലപകടങ്ങളിൽ അതുകൊണ്ട് തന്നെ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, പാരിസ്ഥിതികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നൊരു സാഹചര്യം എല്ലാം കൂടി ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യ അപകടം സംഭവിച്ചപ്പോൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ സമയത്ത് ഉയരുന്നുണ്ട്. സ്പോട്ട് ലൈവിൽ